نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ഓരോ ആളുകളോടും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥനകൾ പഠിപ്പിച്ചിടത്ത് ഒന്ന് രണ്ട് സൂറത്തുകൾ ആ പ്രാർത്ഥനയുടെ ഭാഗമായി അള്ളാഹു ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ അതിലൊന്നാണ് ഖുൽ അഊദു റബ്ബിൽ ഫലഖ്. അതിൽ അള്ളാഹുവിനോട്, പുലരിയുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് നമ്മൾ രക്ഷ ചോദിക്കുകയാണ്. അതിലേറ്റവും അവസാനത്തെ രക്ഷ ചോദിക്കുന്ന ഭാഗം വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുവിൻ്റെ അസൂയയിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ആ അസൂയ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്നും റഹ്മാനായ നാഥ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൽസ്വഭാവങ്ങളെക്കുറിച്ചും അകറ്റി നിർത്തേണ്ട ദുസ്വഭാവങ്ങളെക്കുറിച്ചുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വിശ്വാസിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഏറ്റവും പ്രബലമായി പ്രാർത്ഥിക്കേണ്ട ഒരു അധ്യായത്തിൽ പല തവണകളായി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നൊരു വിഷയം, അള്ളാഹുവേ, അസൂയയെ തൊട്ട് അതിൻ്റെ ആഘാതങ്ങളെ തൊട്ട് നീ എന്നെ കാത്തുരക്ഷിക്കണമേ, അതിൻ്റെ മേഖലയിൽ ഞാൻ ഉണ്ടാകാത്ത വിധം എന്നെ പരിരക്ഷിക്കണമേ എന്നാണ്. എന്തുകൊണ്ടായിരിക്കും സഹോദരങ്ങളെ? അസൂയ എന്നുള്ളത് അറബിയിൽ ഹസദ് എന്നാ പറയാം. ഹസദ് എന്നത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും നമ്മളിൽ ഉണ്ടാകും എന്ന് നമ്മളോട് മുൻകൂട്ടി പറയുകയും അതിൽ നിന്ന് രക്ഷ തേടി ജീവിതത്തെ നന്നാക്കുമ്പോഴേ അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത സ്വഭാവമാണ്. വളരെ ലളിതമായി നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്താണ് അസൂയ എന്നുള്ളതാണ്. അതിന് പണ്ഡിതന്മാർ ഖുർആനിൻ്റെയും തഫ്സീറിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുന്ന വാക്കൽ ഹസദു, അസൂയ എന്ന് പറഞ്ഞാൽ ഹുവ തമന്നിയു സവാലി നിഅമത്തല്ലാഹി അനിൽ ആഖിരീൻ, മറ്റുള്ളവർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ നമ്മുടെ മനസ്സ് വിഷമിക്കുക. ലളിതമായ വാക്കാട്ട് പറഞ്ഞ്, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും, കുടുംബാകാം, കൂട്ടക്കാരാകാം, നാട്ടാരാകാം, ചങ്ങായിമാരാകാം, ആരും ആയിക്കോട്ടെ, നമ്മളല്ലാത്ത ആരും, അവർക്ക് അള്ളാഹു ദുനിയാവിൽ വല്ല നിഅമത്ത് നൽകുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടം ഉണ്ടാകുക. ആ നിഅമത്ത് നമ്മൾ കൊടുക്കണമല്ല, നമ്മളെയൊക്കെ എടുത്തു കൊടുക്കണമല്ല, നമുക്കതിനൊരു പൈസ ചെലവില്ല, നമുക്കതിൻ്റെ പേരിൽ ഒരു നഷ്ടമല്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടാകുക. അതിൻ്റെ പേരാണ് ഹസദ്, അതിൻ്റെ പേരാണ് അസൂയ.
ആ നിഅമത്ത് കിട്ടിയ ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാലഘട്ടത്ത് ആ നിഅമത്ത് നഷ്ടപ്പെടുമ്പം നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുക. നമ്മളിത് ഇങ്ങനെ പറയണം എന്താ അറിയോ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടോ എന്ന് വ്യക്തിപരമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്കൊരു ചിലവുമില്ലാത്ത വിഷയത്തിൽ നമ്മൾ സങ്കടപ്പെടുക, നമ്മൾക്കൊരു നഷ്ടവുമില്ലാത്ത വിഷയത്തിൽ നമ്മൾക്ക് ഖേദമുണ്ടാകുക, നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് സങ്കടമുണ്ടാകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾക്കായിക്കോട്ടെ അതിൽ സന്തോഷിക്കാനുള്ള മനസ്സായി നമ്മുടെ മനസ്സ് മാറുക. ഇതിന്റെ പേരാണ് ഹസദ്. പരിശുദ്ധ ഖുർആനിൽ സ്വർഗം ലഭിക്കുന്ന ആളുകളെ പറ്റി പറയുന്നിടത്ത് നമ്മൾക്ക് പലതവണ നമ്മൾ ഓതിയ ആയത്തുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പരലോകത്ത് അല്ലാഹു സ്വർഗം നൽകുന്ന ആളുടെ ഹൃദയം ഖൽബുൻ സലീം ആകും. എന്താണ് ഖൽബുൻ സലീം എന്നുള്ളിടത്ത് പണ്ഡിതന്മാർ തഫ്സീറിൽ പറയുന്ന വാക്കെന്താ അറിയോ? ആ ഖൽബ് എന്ന് പറയുന്നത് അത് ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം ഐ മിൻ കുല്ലി ശഹവത്തിൻ തുഖാലിഫു അംറല്ലാഹ്. അല്ലാഹു നിരോധിച്ച മുഴുവൻ സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും സംശുദ്ധമാക്കി ഈ ദുനിയാവെന്ന് മരിച്ചുപോയ ഒരാൾ. അതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിക്കുമ്പോൾ ഒരാളോട് അസൂയയോട് കൂടി അല്ല ഞാൻ മരിച്ചു പോകുന്നത് എന്ന് ഞാൻ വ്യക്തിപരമായി എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യാന്നുള്ളത്. സഹോദരങ്ങളെ, എന്തതിന്റെ പ്രശ്നം എന്നറിയോ? എന്തതിന്റെ പ്രശ്നം എന്നറിയോ? ഒരാൾക്ക് സമ്പത്ത്, മക്കള്, വീട്, ജോലി, പ്രമോഷൻ, കല്യാണം, ജീവിതത്തിലുള്ള ദുനിയാവിലെ ഭൗതികമായ നിഅമത്ത് ആര് നിശ്ചയിക്കണം? പടച്ചോ നിശ്ചയിക്കുന്നതാണ്. അതിന് അള്ളാഹുവിന് ചില തെർത്തീബുണ്ട്. ഫിറഔനിനെ പൈസക്കാരനാക്കിയത് ആരാ? അള്ളയാണ്. അള്ളാഹ്ക്കലൊരു ഹിക്മത്തുണ്ട്. അള്ളാഹ്ക്കലൊരു ഹിക്മത്തുണ്ട്. കാറൂനും നമ്രൂദിനെയും ആ നാട്ടിലെ ഭരണാധികാരിയാക്കിയത് ആരാ? അള്ളയാണ്. അതിന് അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, അറിയണം നിർബന്ധമല്ല. അത് പടച്ചോന്റെ തീരുമാനമാണ്. അതേ കാര്യം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നേരും. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി വർധനവും സാമ്പത്തികമായി അല്പമൊക്കെ പരാധീനതയും ആര് നിശ്ചയിക്കണം? അള്ള നിശ്ചയിക്കണം. അതിന് നമുക്ക് അള്ള നിശ്ചയിച്ച ചില കാര്യങ്ങൾ ഉണ്ടാകും. അത് പടച്ചോന്റെ തീരുമാനപ്രകാരമാണ്. അള്ളാന്റെ ചോദ്യം എന്താ അറിയോ? അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്. അല്ല മനുഷ്യന്മാരെ, ഇങ്ങളാണോ ആളുകൾക്ക് ഇന്നതൊക്കെ വേണം, ഇന്നതൊക്കെ വേണ്ട, ഇന്ന സമയമാകുമ്പോൾ ഇന്നത് കിട്ടിയാൽ മതി എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇങ്ങളാണോ? അതോ നഹ്നു ഖസംനാ ബൈനഹും മഈശത്തും ഫിൽ ഹയാത്തിദ് ദുനിയ. ഈ ദുനിയാവിൽ ചിലർക്കൊക്കെ ജീവിതത്തിന്റെ സുഖങ്ങളും ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞാൻ തീരുമാനിക്കുന്നു. അതിൽ തൃപ്തിപ്പെടുന്നവന്റെ പേരാണ് മുസ്ലിം. അത് ദുനിയാവിൽ അള്ളാന്റെ തീരുമാനമാണ്. ആ പടച്ചോൻ കൊടുത്തത് ശരിയായില്ല, ആ അള്ളാഹു കൊടുത്തത് എനിക്ക് ഖേദമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന്റെ പേരാണ് ഹസദ്. അതിന്റെ പേര് അസൂയ. വേറെന്താ അസൂയ? നമ്മൾ ബാക്കിയൊക്കെ ഒഴിവാക്കിൻ, ബാക്കിയെല്ലാം ഒഴിവാക്കിൻ. എന്താണ് അസൂയ എന്നുള്ളതിന് മതപരമായി നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ വാക്കെന്താണ്? അള്ളാഹുവിന്റെ വിധിയിൽ നമ്മക്ക് വിയോജിപ്പുണ്ട്. എന്റെ കൂട്ടുകാരന് പ്രമോഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല. ആര് കൊടുത്തതാണ്? അള്ളാന്റെ വിധിയാണ്. പടച്ചോനെ, നിന്റെ ആ വിധിയിൽ എനിക്ക് വിയോജിപ്പുണ്ട്. എന്റെ കൂടെയുള്ള ഒരാൾക്ക് സാമ്പത്തികമായി വർധനവ് കൊടുത്തു, അവനേക്കാൾ കൂടുതൽ അധ്വാനിച്ച എനിക്ക് തൽക്കാലം കിട്ടിയില്ല, എനിക്ക് അതിനോട് മാനസികമായി വിഷമുണ്ട്. അതിനർത്ഥം എന്താ അറിയോ? അവന് പണം കൊടുത്ത പടച്ചവന്റെ വിധിയിൽ എനിക്ക് തൃപ്തിയില്ല. എങ്കിൽ സഹോദരങ്ങളെ, പിന്നെ എങ്ങനെയാണ് റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ എന്റെ റബ്ബായി അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു എന്നത് ഹൃദയത്തിൽ നിന്ന് വരിക? ദീനുമ്മലാണ് അസൂയ കളിക്കുക. നമ്മളെന്താ വിചാരിക്കണ അറിയോ? അത് സാധാരണ ദുസ്വഭാവമാണ്. നമ്മുടെ ഒരു നാട്ടു വർത്താനം ഉണ്ട്. അതെന്താ അറിയോ? മനുഷ്യന്മാരായ അതൊക്കെ ഉണ്ടാവും, ആണുങ്ങളായ അതൊക്കെ ഉണ്ടാവും, പെണ്ണുങ്ങളായതുണ്ടാവും, കൂട്ടുകുടുംബായതുണ്ടാവും. ആ വിഷയമല്ല അസൂയ. അസൂയ എന്നുള്ളത് ദീനിന്റെ മർമ്മത്ത് തൊട്ട കളിയാണ്. പടച്ചവന്റെ തീരുമാനത്തിൽ എനിക്ക് തൃപ്തിയില്ല എന്ന വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി മസ്ഊദ് എന്ന് പറഞ്ഞ വാക്ക് എല്ലാവരും ഉണ്ട്. സഹാബാക്കൾ ഇങ്ങനെ കൂടി നിൽക്കാൻ, ലാ തുആദു നിഅമല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എതിര് നിൽക്കരുത് എന്ന് പറഞ്ഞു. നബിയിൽ നിന്ന് കേട്ട ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുല്ലാഹി മസ്ഊദ് എന്ന് പറയാൻ, അള്ളാഹിന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ എതിര് നിൽക്കരുത്. ബാക്കിയുള്ള സഹാബാക്കൾ ചോദിച്ചു, അബ്ദുള്ള, ആരാ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് എതിരിക്കുക? പടച്ചോൻ അനുഗ്രഹം തരുമ്പോ ആരെങ്കിലും എതിരിക്കോ? അനുഗ്രഹം വേണ്ടെന്ന് പറയോ? അനുഗ്രഹം മോശമെന്ന് പറയോ?
അതിന് അബ്ദുല്ലാഹി മസ്ഊദിന്റെ വാക്കെന്താ അറിയോ? അല്ലദീന യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. അല്ലാഹു ചിലർക്ക് അവന്റെ ഔദാര്യമായി ചില നിഅമത്ത് കൊടുക്കും. പൈസ, വാഹനം, വീട്, ജോലി, മക്കൾ, എന്തായിക്കോട്ടെ, ആരോഗ്യം എല്ലാം അല്ലാഹു കൊടുക്കും. അതിൽ മനസ്സിൽ സങ്കടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിഅമത്തിന് എതിരായി ചിന്തിക്കുന്ന മനസ്സാണ് എന്നാണ്. ഇത് നമ്മളിൽ ഉണ്ടാകരുത്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും പറയണം. ഞാൻ എന്നോടെന്ന പോലെ നമ്മൾ നമ്മുടെ ചുറ്റുപക്കത്താണ് ആലോചിക്കേണ്ടത്. എനിക്ക് എന്റെ സ്റ്റാഫിൽ, എനിക്ക് എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട്, എന്റെ കുടുംബത്തിലുള്ള ആൾക്കാരോട്, എന്റെ അയൽവാസികളായ ആൾക്കാരോട്, എന്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാരോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവനൊരു അനുഗ്രഹം വർദ്ധിച്ചു കിട്ടുമ്പം, പടച്ചോനെ ഇത്രയും കാലന്റെ കൂടെ ജീവിച്ചോനാണല്ലോ, ഒരു ഖൈറിലേക്ക് എത്തിയല്ലോ എന്നുള്ള ശുക്റാണോ നന്മയാണോ, പടച്ചോനെ ഓന് കിട്ടിയല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ, ഇനി അവൻ അത് നഷ്ടപ്പെടും വരെ മനസ്സിൽ സ്വസമാധാനമില്ലാത്ത അവസ്ഥയാണോ എങ്കിൽ നമ്മൾ മാറണം. ദീനിക്ക് വരിക എന്നല്ലാതെ ഒരു പരിഹാരമല്ല. ഇതിന്റെ ഒരു ബേസ് എന്താ അറിയോ? ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോഴേ ലോകത്ത് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇസ്ലാമികത്തിൽ ലോകത്തെ ഒരുപാട് തെറ്റില്ലേ? ഒരുപാട് തെറ്റുണ്ട്. ലോകത്ത് ഇപ്പോഴും ഒരുപാട് കൊലപാതകങ്ങൾ നടക്കണില്ലേ? പലതിന്റെ പേരിൽ നടക്കണില്ലേ? ഉണ്ട്. ഫലസ്തീനിൽ നടക്കുന്നുണ്ട്, ഗസയിൽ നടക്കുന്നുണ്ട്, മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട്, ബാപ്പ മകനൊക്കെ കൊല്ലുന്നുണ്ട്. ലോകത്തെ ആദ്യത്തെ കൊലപാതകം ആരാ നിർവഹിച്ച്? ഇതൊരു ചോദ്യമല്ലേ? ലോകത്തെ ആദ്യത്തെ കൊലപാതകം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മക്കളെ നിർവഹിച്ച് ഖാബീൽ ഹാബീലിനെയാണ് കൊന്നത്. ഒന്നാമത്തെ കൊലപാതകം. എന്തിന്റെ പേരിലാണ്? നമ്മളിത് പഠിക്കണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പഠിക്കണം. ലോകത്തെ ആദ്യത്തെ കൊലപാതകം നടന്നത് സമ്പത്തിന് വേണ്ടിയിട്ടാണോ? ആണോ? അതിര് തർക്കത്തിന് വേണ്ടിയിട്ടാണോ? സംസാരത്തിൽ വന്ന പിഴവിന്റെ പേരിലാണോ? അവനവന്റെ മക്കളെയോ കുടുംബത്തെയോ തൊട്ടിന്റെ പേരിലാണോ? അല്ല. പിന്നെ എന്തിന്റെ പേര് അറിയോ? അസൂയയുടെ പേരിൽ. ഖുർആനിൽ എന്തിനാ നമ്മളെ കൊണ്ട് ഓദിപ്പിക്കണ അറിയോ? ഖുർആൻ എന്തിനാ ഓദിപ്പിക്കണ അറിയോ? വിശ്വാസികളെ, അവനവന്റെ ഹൃദയത്തിൽ അസൂയ ഉണ്ടാകുമ്പോൾ അതിന്റെ എൻഡ് പകയും കൊലപാതകത്തിക്കും എത്തിക്കും. എന്താ സംഭവിച്ചറിയോ? ഹാബീലും ഖാബീലും അള്ളാഹു അവരോട് പടച്ചോന്റെ മാർഗത്തിൽ ബലി നിർവഹിക്കുവാൻ വേണ്ടി പറഞ്ഞു. ആ ബലി നിർവഹിച്ചതിൽ ഹാബീലിന്റേത് അള്ളാഹു സ്വീകരിച്ചു. കാരണം ഏറ്റവും നല്ല ബലിയാണ് നിർവഹിച്ചത്. പടച്ചോന്റെ മാർഗത്തിലെ നേർച്ച നേരെ ഏറ്റവും നന്നായി നിർവഹിച്ചു. ഖാബീൽ ഏറ്റവും നന്നായി നിർവഹിച്ചില്ല, പടച്ചോൻ സ്വീകരിച്ചില്ല. ആ സമയത്ത് ഇത് ഖറബ ഖുർബാനൻ, അവർ ബലി നിർവഹിച്ചതിനെ പറ്റി അള്ളാഹ് പറഞ്ഞെടുത്ത് അവസാനം തന്റേത് സ്വീകരിക്കാതിരിക്കുകയും തന്റെ സഹോദരന്റേത് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തപ്പോ മനസ്സിൽ അസൂയുണ്ടായി. ലഅഖ്തുലന്നക്, ലോകത്താദ്യത്തെ വാക്കാണ്, ഞാൻ നിന്നെ കൊല്ലുമെട. സഹോദരനാ പറഞ്ഞ്, അയലോക്കക്കാരനല്ല, ചങ്ങായല്ല, എളാപ്പാന്റെ കുട്ടിയല്ല, സഹോദരൻ പറ, ഞാൻ എന്നെ കൊല്ലുട, ഞാൻ താഴെയാകുക, ഈ മുകളിലാകുക, അൻ്റെത് മാത്രം സ്വീകരിക്കുക, അനക്ക് പ്രമോഷൻ ഉണ്ടാകുക അള്ളാന്റെ മുന്നിൽ, ഞാൻ പ്രമോഷൻ ഇല്ലാതെ നിൽക്കുക, നീ പടച്ചോന്റെ ഒക്കെ വലിയ ആളാകുക, ഞാൻ വലിയ ആളാകാതൊക്കെ, ലഅഖ്തുലന്നക്, ഞാൻ നിന്നെ കൊല്ലും. ഖുർആൻ ആ വാക്ക് പ്രയോഗിക്കുന്നത് എന്താ അറിയോ? ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖി, അവന്റെ മനസ്സിൽ സഹോദരനെ കൊല്ലാനുള്ള ഈർഷ്യത, പക ആളിക്കത്തി. അതാണ് അസൂയന്റെ ബേസ്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരാൻ. യൂസുഫ് നബിന്റെ ചരിത്രത്തിൽ തന്നെയല്ലേ പറഞ്ഞത്? യൂസുഫ് നബിയെ സഹോദരങ്ങൾ കിണറ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നതിന്റെ കാരണങ്ങൾ പറയും. ആ വീട്ടിൽ എല്ലാ മക്കൾക്കും ഭക്ഷണം കൊടുക്കാനില്ലാത്തോണ്ട് 2 കുട്ടികൾ പുറത്തോണെന്ന് യാക്കൂബ് നബി പറഞ്ഞതാ? ആണോ? അവർക്കാർക്കും യൂസുഫ് നബിനോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാ? അല്ല. പിന്നെയോ, ഇത് ഖാലൂ ലയൂസുഫ് വഅഖു അഹബ്ബു ഇലാ അബീനാ മിന്നാ, നമ്മളെക്കാളോടാ നമ്മളെ വാപ്പാക്ക് യൂസുഫിനെയും നമ്മുടെ ഏറ്റവും ചെറിയ അനിയനെയാണ് ഇഷ്ടം, നമ്മളെക്കാളും അവരെയാണ് ഇഷ്ടം എന്നതിൽ നിന്ന് അസൂയുണ്ടായി. അസൂയുണ്ടായി. ബാപ്പാക്ക് നമ്മളെക്കാളും ഓലെയാണ് ഇഷ്ടം എന്നതിൽ നിന്ന് ആ മക്കളോട് അസൂയുണ്ടായി. എന്നിട്ട് അവര് പറയാൻ, ഇഖ്തുലൂ, ഒന്നുകിൽ കൊല്ലണം, ഇഖ്തുലൂ യൂസുഫ്, യൂസുഫിനെ കൊല്ലണം, അല്ലെങ്കിലോ അവിത്രഹൂഹു അർള, അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് പൊട്ടക്കൻറ്റിലോ ഒഴിവാക്കിയിട്ടോ ഇടണം. ഇതിന്റെ ബേസ് എന്താ? ഉപേക്ഷിക്കാൻ, ദേഷ്യം വരാൻ, പക വരാൻ, കൊലപാതകം നടത്തുന്നതിന്റെ ബേസ് എന്താ അറിയോ? അസൂയ. ബാപ്പാക്ക് ഞങ്ങളെക്കാളും ഓരെയാണ് ഇഷ്ടം. സഹോദരങ്ങളെ, ഇത് നമ്മളിലും വരും. അതുകൊണ്ടാ ഖുർആനിൽ ഇത് പറഞ്ഞത്. ഇത് നമ്മളിൽ വരും.
നിസ്കരിക്കണോലിൽ വരും, നോമ്പോൽക്കുള്ളിൽ വരും, ഹജ്ജിന് പോയോലിൽ വരും, നാവിലും സംസാരത്തിലൊക്കെ വരും. നമ്മൾ ആരാധനയിൽ ശ്രദ്ധിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ അദ്കാറുകളിലും ഖുർആൻ പാരായണത്തിലും വേഷവിധാനത്തിലും ജുമഅക്ക് വരുന്നതിലൊക്കെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂലിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ പലപ്പോഴും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കലില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കറിയോ? നബിന്റെ വാക്ക് നോക്കി, ലാ യസാലുന്നാസു ബിഖൈരിൻ, ഏതൊരു വിശ്വാസിയും മനുഷ്യനും നന്മ തന്നെയായിരിക്കും, സ്വർഗം കിട്ടാൻ അയാൾ ജീവിക്കായിരിക്കും. ഏതുവരെ? മാലം യതഹാസദു, അവരുടെ ജീവിതത്തിലേക്ക് ഹസദ് വരുന്നത് വരെ, അസൂയ വരുന്നത് വരെ. അവരുടെ നിസ്കാരവും ഇബാദത്തും വേഷവിധാനവും അദ്കാറുകളും ദാനധർമ്മം ഒക്കെ പടച്ചോനെയൊക്കെ സ്വീകരിക്കുന്നുണ്ടാവും, അസൂയ വരുന്നത് വരെ. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ സംസാരത്തിലൊക്കെ ഞാൻ പറഞ്ഞത് നമ്മൾ ആലോചിക്കുക, നമ്മുടെ മുന്നിക്ക് നമ്മുടെ കൂടെ ഉള്ള ഒരാളുടെ നന്മ വരുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മുടെ അയലോക്കക്കാരന്, നമ്മളെ മകനും ഗൾഫ് പോയി, അയലോക്കത്തോനും ഗൾഫ് പോയി, 4 കൊല്ലം കൊണ്ട് അവൻ തറകെട്ടി പടിവ് തുടങ്ങി 1ാമത്തെ നില വാർത്താൽ ഇവിടുന്ന് സംസാരം അൽഹംദുലില്ലാ പടച്ചോനെ ഹൈറായല്ലോ, ഇവിടുന്ന് ആ ബാപ്പിമ്മി എത്ര ഇടങ്ങേറായിട്ടോ അവനെ പറഞ്ഞയച്ചത്, ഒരു അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വീട് പണി തുടങ്ങിയാലോ എന്ന് പറഞ്ഞ അപ്പുറം എന്താ ഉണ്ടാകറിയോ? ഇന്റെ കുട്ടി ആയില്ലല്ലോ. വന്നിട്ട് പറയും, ആൾക്കാർ പറയാണ്, ഓനിപ്പോ മിക്കവാറും അവിടെ വല്ല കള്ളക്കടത്ത് ഇക്കാരം. എന്തേ കാരണം? അല്ല ഇപ്പൊ ഈ 4 കൊല്ലം കൊണ്ടൊന്നും പേരുണ്ടാക്കാൻ കഴിയൂല, ഇന്റെ കുട്ടിയും പോയിക്കണല്ലോ. ഓ മിക്കവാറും അവിടുത്തെ അറബിനെ പറ്റിച്ചിട്ടുണ്ടാകും. എന്തേ സോങ്ങളെ, അവനാന്റെ കുട്ടിയാണ് ഉണ്ടാക്കണമെങ്കിൽ വർത്താനം പറയില്ല. എന്താ പറയോ? അവനാന്റെ കുട്ടിയാണ് 3 കൊല്ലം കൊണ്ട് വീട് പണി കൊടുക്കണമെങ്കിൽ എന്താ പറയോ? ഓ ഇന്റെ കുട്ടീനെ അറബിക്ക് ഭയങ്കര ഇട്ടാ, ഓനങ്ങനെ ഒന്ന് കഴിഞ്ഞ അടുത്ത ഷോപ്പിക്ക് മാറ്റാൻ വേണ്ടി നിൽക്കാൻ. അയലോക്കക്കാരന്റെ കുട്ടിയാണെങ്കിൽ അറബിനെ പറ്റിച്ചോനായി, അവിടെ കഞ്ചാവ് വിൽപ്പനയായി, പൈസ കക്കണോനായി. ഇതിന്റെ പേരാ കുട്ടരെ അസൂയ, ഇതിന്റെ പേരാ അസൂയ. നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക്, നമ്മുടെ ചേട്ടന്റെ അനിയന്റെ കൂട്ടുകാരന്റെ അയലോക്കാരന്റെ ഒരു കുട്ടിക്ക് ഒരു നല്ല കല്യാണാലോചന വന്ന് ഏറ്റവും നല്ല ബന്ധം വന്നാൽ പിന്നെ വർത്താനത്തില് ഓല് പിന്നെ പഠിച്ചോടുന്ന് പ്രേമിച്ചത് ഇക്കാരം. എന്തേ കാരണം അറിയോ? ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉൾക്കൊള്ളാൻ അവനാരാണ് ആ ബന്ധം വന്നതെങ്കിലോ, ഞാൻ തഹജ്ജുദിൽ തേടിയിക്കണ്, ഞാൻ ഉസ്താദുമായിട്ട് തേടാൻ പറഞ്ഞേക്കണ്, അള്ളാഹുവിന്റെ തേട്ടത്തിന് ഹൈറായി നൽകിയതാണ്. അൽഹംദുലില്ലാ, ഞാൻ ഉംറക്ക് പോയപ്പോൾ പോലും എന്റെ കുട്ടിക്ക് ഒരു ഹൈറായ ബന്ധത്തിന് വേണ്ടി ദുആ ചെയ്തിരിക്കണ്, അള്ളന്റെ ദുആ കേട്ടല്ലോ. അതേ കാര്യം അയലോക്കം നടന്നാൽ ഓല് പ്രേമിച്ചോലാണ്, അവസാനം ആട്ടിപ്പിടിച്ച് കെട്ടിച്ചതാണ്. എന്താപ്പ കാട്ടുക? പോകല്ല, നിർവാഹമല്ലല്ലോ, ഇഷ്ടണ്ടായിട്ട് കല്യാണത്തിന് പോകല്ല, അയലോക്കക്കാരായതുകൊണ്ടല്ലേ. ഇതെല്ലാം ഹസദിൽ നിന്ന് വരുന്ന വാക്കാണ്. മഫ്തട്ടിട്ടുണ്ടാകും, നമ്മൾ ദീനിന്റെ മുന്നിലുള്ള ആൾക്കാരെക്കാരം നിസ്കാരമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതുമെന്ന് മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഇതുമെന്ന് മാറാൻ കഴിയുന്നില്ല. ചെറിയ ചെറിയ കാര്യത്തിൽ പോലും ഒരു ഇന്റർവ്യൂ ഒക്കെ നടക്കുവേ, പങ്കെടുക്കും, എന്നിട്ട് അതിൽ ആദ്യത്തെ സ്ഥാനം കിട്ടണക്ക് ജോലി ഇട്ടും. അപ്പൊ 4ാം സ്ഥാനത്തേക്ക് ബാക്കിലുള്ള ആളോട് എന്റെ കൂടെയുള്ള യാക്കാട്ട് 1ാം സ്ഥാനം, അപ്പം അൽഹംദുലില്ലാ കിട്ടിയാലോ, ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയാലോ. അല്ല, അങ്ങനെയുള്ള വർത്താനം പറയാം. അതിനവിടെ ആരൊക്കെ കയ്യും കാലൊക്കെ പിടിക്കണം, എന്നാലേ കിട്ടുള്ളൂ. നമ്മളതിന് കിട്ടൂല. ബാക്കിയുള്ളവരെ കയ്യും കാലും പിടിച്ചിട്ട് കിട്ടുന്ന ജോലി എനിക്ക് വേണ്ട. അവനാണ് കിട്ടിയതെങ്കിൽ എന്താ പറയോ? 2 മാസമായിട്ട് അതിന് വേണ്ടി, ഇന്റർവ്യൂവിന് വേണ്ടി എന്റെ കുട്ടി നയിക്കായിരുന്നു. അങ്ങനെ കിട്ടിയതാണ്. ഈ വാക്ക് തൊട്ടപ്പുറത്തൊരാക്കാവുമ്പം ഇതുപോലെ മാറാനുള്ള കാരണത്തിന്റെ പേരാണ് ഹാബീൽ ഹാബീലിനെ കൊന്നതിന്റെ, യൂസുഫ് നബിയുടെ സഹോദരങ്ങളുടെ മനസ്സിൽ യൂസുഫ് നബിയോടുണ്ടായ ഇതേ അസൂയ. മൈൻഡ് പോലും ചെയ്യൂല, കളവായിട്ട് ജീവിക്കും. A+ കിട്ടി എല്ലാരും. അയലോക്കത്തെ കുട്ടിക്ക് അൽഹംദുലില്ലാ ഉഷാറായടാ, ബാക്കി മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോകും. മൈൻഡ് ചെയ്യാതെ, എടാ എന്റെ അയലോക്കാരനാടാ, മൂത്താപ്പാന്റെ കുട്ടിക്കാടാ A+ ഫുള്ള്. അപ്പൊ കുടുങ്ങിയാലോ, കനഞ്ഞ് മുന്നപ്പെട്ടു. അപ്പൊ വന്നിട്ട് ഇപ്രാവശ്യം എല്ലാവർക്കും A+ ഉണ്ടല്ലേ. എന്തിനറിയോ? ഉൾക്കൊള്ളാൻ കഴിയണില്ല. എടാ മൂത്താപ്പാന്റെ കുട്ടി MBBS അയക്കണ്, MBBS ഡോക്ടർ അയക്കണ്, എഞ്ചിനീയർ അയക്കണ്, അല്ലെങ്കിൽ അഫ്ദൽ ഫസ്റ്റ് റാങ്ക് കിട്ടിക്കണ്. സോളെ പോയി അൽഹംദുലില്ലാ ഉഷാറായടാ, നല്ലൊരു ഡോക്ടർ ആകണട്ടോ, നമ്മുടെ നാട്ടിൽ അഭിമാനാകണട്ടോ. പറയാ മനസ്സമ്മയിക്കാത്തോണ്ടേ ഇപ്പൊ ഇനി ചൈനീന്നും ജോർജിന്നും റഷ്യന്നൊക്കെ MBBS ഇറങ്ങണ്ടല്ലേ. വലിയ വില ഒന്നുമില്ലല്ലേ, അതിന്റെ ഇടയ്ക്ക് ബാങ്ക് കൊടുത്താ പള്ളിക്കൊക്കെ വരും, അതിന്റെ ഇടയ്ക്ക് ഖത്തം തീർക്കാൻ വേണ്ടി വീട്ടിലും പോകും. അവിടെയാണ് പ്രവാചകന്റെ വാക്ക്, ലാ യസാലുന്നാസു ബിഖൈരിൻ മാലം യതഹാസദു.
മനുഷ്യന്മാരുടെ വിശ്വാസയുടെ ഇബാദത്തും സൽക്കർമ്മങ്ങളൊക്കെ ഖൈറിലാവും. അയാളുടെ മനസ്സിലേക്ക് അസൂയ ശൈത്താൻ കടത്തുന്നത് വരെ കടത്തിയോ ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ഒരാളുടെ നന്മയിലും അയാൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. പിന്നെ അയാളുടെ ജീവിതം മാറുകയാണ്. ആ മാറ്റാണ് കേട്ട് പരിചയിച്ച ഹദീസ്. എന്താ അറിയോ? ലാ, പ്രവാചകന്റെ വാക്കാണ്, വിശ്വാസികളെ നിങ്ങൾ ഇയ്യാക്കും വൽ ഹസദ്, നമ്മുടെ ജീവിതത്തിലേക്ക് അസൂയ ബാക്കിയുള്ളവരുടെ സംസാരം കേട്ടിട്ടോ നമ്മളുടെ മനസ്സിലേക്ക് ശൈത്താൻ ഉണ്ടാക്കിയിട്ടോ അസൂയ വരുന്നത് നമ്മൾ കരുതണം. കാരണം എന്താ അറിയോ? ഫഇന്നൽ ഹസദ യഅകുൽ ഹസനാത്ത്, നമ്മൾ ചെയ്ത നന്മകളെയാണ് അസൂയ കരിക്കുക. നമ്മൾ നിസ്കരിച്ച തഹജ്ജുദ്, നമ്മൾ നടന്നു വന്ന പള്ളി, നമ്മൾ ഓതിയ ഖുർആൻ, നമ്മൾ ചൊല്ലിയ അദ്കാറുകൾ, നമ്മൾ ബാപ്പാനിമാര് നോക്കിയ കൂലി, നമ്മൾ പാവങ്ങൾ കൊടുത്ത സ്വതക്ക, ഇതാണ് അസൂയ തകർത്തു കളയുക. പരലോകത്തൊന്നുമില്ലാത്തവനായി വരും. ഏതുപോലെ? കമാ തഅകുലുൻ നാറു അൽ ഹതബ്, ഉണങ്ങിയ മരം തീയിൽ നിന്ന് കത്തിച്ചാമ്പലായി ചാരമാകുന്നത് പോലെ പരലോകത്ത് ഒന്നുമില്ലാത്തവനായി പരലോകത്ത് വരും. കരുതണമെന്ന്. നമ്മളാണ് നമ്മളെ പറ്റി ആലോചിക്കേണ്ടി. നമ്മൾ പള്ളിക്ക് നമ്മളെ കുറിച്ച് ബാക്കിയൊന്നും ആലോചിക്കണ്ട. നമ്മുടെ കൂടെയുള്ള ഒരാൾക്കൊരു ഖൈറ് കിട്ടുമ്പോ നമ്മുടെ മനസ്സെന്താ പറയണത്? അതിൽ സങ്കടാണോ എങ്കിൽ അത് തിരുത്തണം. അതാണല്ലോ ദീൻ. അത് തിരുത്തണം, പ്രാർത്ഥിച്ചു തിരുത്തണം. മനസ്സിനെ തന്നെ നമ്മൾ വിമലീകരിക്കണം. നമ്മൾ നന്മയിലേക്ക് വരണം. അവിടെയാണ് ഏറ്റവും നല്ല മനസ്സാകുക. അല്ലെങ്കിൽ എന്താ അറിയോ? ഹസദ് വന്നാൽ, അസൂയ വന്നാൽ കൂടെ ഉണ്ടാവും. നമ്മൾ പറയില്ലേ, കൂടെ ഉണ്ടാകും. കളവ് വരും, അയാളെ പറ്റി പരദൂഷണം പറയും, ഗീബത്ത് പറയും, പക മനസ്സിക്ക് വരും, ഇല്ലാത്തത് വരും. കല്യാണത്തിന്റെ ആലോചന അയലോക്കത്ത് ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വന്നിട്ട് നമ്മോട് അന്വേഷിക്കുമ്പോൾ നല്ല ആലോചനയാണെങ്കിൽ നമ്മൾ എന്താ പറയോ? ഉൾക്കൊള്ളാൻ കഴിയാത്തോണ്ട് ഇങ്ങക്ക് പറ്റിയതാണ് നിങ്ങൾ അന്വേഷിക്കണോ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങക്ക് ആ കുടുംബത്തിക്ക് പറ്റൂല. എന്തുകൊണ്ടാണ് സുഖങ്ങളെ? പറ്റാത്തോണ്ടല്ല, നടക്കരുത്. ഏതെങ്കിലും ഒരാൾ ബിസിനസ് പാർട്ണറായി ആ ബിസിനസ്സിന് ഉയർന്നു വരുമ്പോ അതിൽ അസൂയപ്പെട്ടിട്ട് രണ്ടാളി തെറ്റിക്കാൻ മുന്നിക്ക് വരും. ഇങ്ങോട്ട് വന്നിട്ട് ഈ ഓനെ പറ്റിയിട്ട് പഠിച്ചിക്കണോ? ഓന്റെ വല്യാപ്പാനെ ഓന്റെ എളാപ്പാനൊക്കെ നാട്ടുകാർക്കൊരു അഭിപ്രായം ഉണ്ട്, സാമ്പത്തിക മേഖലയിൽ വളരെ മോശമാണ്. എടാ, നിങ്ങൾ രണ്ടാൾ പാർട്ണർമാരല്ലേ, നോക്കിക്കൊണ്ടിട്ടോ. ഞാൻ എന്റെ ഖൈറിന് വേണ്ടി പറഞ്ഞുതരാട്ടോ. ഖൈറിന് വേണ്ടി പറഞ്ഞുതരല്ല കൂട്ടരെ. അവരുടെ വളർച്ചയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ അസൂയാണ്. കുടുംബത്തിക്ക് വന്നാൽ മരുമക്കളും കുടുംബത്തിൽ അമ്മായിമ്മയും മരുമക്കളും ഒക്കെ ഈ വിഷയത്തിൽ ഇന്ന് കാണുന്ന പ്രശ്നം ഇത് തന്നെയാണ്, അസൂയ. എന്താ അസൂയ എന്നറിയോ? ഒരു മരോളെ ഭർത്താവ് ടൂറിന് കൊണ്ടുപോകും, ഭക്ഷണം വാങ്ങിക്കൊടുക്കും, ഇതിനൊക്കെ പോകുകയാണെങ്കിൽ മറ്റോളെ ഇറങ്ങാൻ നേരത്ത് ഇവൾക്ക് പനിന് വരും. അപ്പൊ അമ്മ പറയും, എടി ഇവളിങ്ങനെ പനിച്ചു കിടക്കുമ്പോ എങ്ങനെയാ പോകുക? ഇങ്ങനെ കിടക്കുമ്പം അവള് മനസ്സിലിങ്ങനെ, ഓള് തൽക്കാലം പോകണ്ട, ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ നിന്നാണ്ട് ഓള് മാത്രം പോകണ്ട, ഓള് മാത്രം പോകണ്ട. അവനാന്റെ മകനും അവനവന്റെ മരുമകളും എവിടേക്കെങ്കിലും ഇറങ്ങാൻ നേരത്ത് 1% ഉമ്മാർക്ക് ഇറങ്ങാൻ നേരത്ത് മാത്രം ഒരു കടത്തുണ്ട്. മുട്ടുംകാലിന്റെ വേദന ഇളകലുണ്ട്, നെഞ്ചുവേദന ഇളകലുണ്ട്, വിയർപ്പിളകലുണ്ട്. എന്തേ കാര്യം? മോനെ സുഖല്ലണ്ണിയെ, ഇന്നൊന്ന് രാജഗിരി കൊണ്ടാക്കണടാ, ഇന്നൊന്ന് അങ്ങോട്ട് കൊണ്ടാക്കണടാ. ആ സമയത്ത് ഒരുങ്ങിയ മകൻ മകളോട് ഭാര്യയോട് ഡ്രസ് അഴിച്ചേക്കാൻ വേണ്ടി പറയും. കാരണം ഉമ്മ അസുഖാകുമ്പോ നമ്മളെ പോക്ക് നടക്കൂല. ആ കടത്തത്തിലും ആ പ്ലാനിങ്ങിലും ഉമ്മാരെ, മരുമക്കളെ, അവനാന്റെ ഇളച്ചിമാരെ, മൂത്തച്ചിമാരെ, അള്ളാഹു നമ്മുടെ ഹൃദയം അറിയും. പടച്ചോനറിയാ നിങ്ങൾ കൽപ്പിച്ചൂട്ടി രോഗം ഉണ്ടാക്കാണ്. പടച്ചോനറിയാ കുതന്ത്രം മെനയാണ്. പടച്ചോനറിയാ അവനാണ് കിട്ടാത്തത് ബാക്കിയുള്ളവർക്ക് കൂടി കിട്ടണ്ട എന്ന നീയത്താണ്. അതിന്റെ പേര് ഹസദാണ്. അത് നിസ്കാരം കളിയണ രോഗാണ്, അത് ദിക്ർ കളിയണ രോഗാണ്, ഖുർആൻ പാരായണം കളിയണ രോഗാണ്, അമലു സ്വാലിഹാത്ത് മുഴുവൻ തകർത്ത് നരകത്തേക്ക് എത്തിക്കുന്ന രോഗാണ്. പടച്ചോന് മനസ്സറിയും. ദുനിയാവുന്ന എത്ര നമ്മൾ ആക്ട് ചെയ്താലും ഇത് നമ്മളെ ബോധിപ്പിക്കണം. ഞാൻ എന്നെ പരിശോധിക്കണം, ഉണ്ടോ ഉണ്ടെങ്കിൽ മാറണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒറ്റ ഹദീത്ത് കൂടി പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ ഹദീത്ത്, ഇങ്ങനെയുള്ള സ്വഭാവം മുഅ്മിനിന്റെതല്ല. പിന്നെ ആരുതാ ഇങ്ങനെ സ്വഭാവം? ഒരാൾ നിസ്കരിക്കുക, ഞാൻ നിസ്കരിക്കുക, പക്ഷെ അയലോക്കക്കാരന്റെ വിഷയത്തിലേക്ക് ഓരോന്നിലും അസൂയ ഉണ്ടാകുക. ഞാൻ ദിക്റല്ല, ദുആ ചൊല്ലുക, എന്നാൽ ബാക്കിയുള്ളവനെ ഞാൻ തെറ്റിക്കാനും അതിൽ പ്രശ്നം ഉണ്ടാക്കാനും
അതിന്റെ അടിയിൽ ഫിത്തന ഉണ്ടാക്കാനും ഓരോ കുടുംബത്തിൽ ഓരോ വിഷയത്തിൽ നാട്ടിൽ ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് അവർക്കെതിരെ ആളുകളെ തിരിച്ചുവിടാനും എല്ലാത്തിലും ഞാൻ മുന്നിൽ ഉണ്ടാകുക. ഇബാദത്ത് ഒരു ഭാഗത്ത് ഉണ്ടാകുക. പ്രവാചകന്റെ വാക്കെന്തറിയോ? ഇന്നൽ മുഅ്മിന യഗ്ബിത്. മുഅ്മിനായൊരു മനുഷ്യന് ബാക്കിയുള്ളവന്റെ ഖൈർ കാണുമ്പം അൽഹംദുലില്ലാഹ് ബാറക്കല്ലാഹ് എന്ന് പറയാനുള്ള മനസ്സുണ്ടാകും. ഓന്റെ നിസ്കാരം നോമ്പോ കൈമക്ക് എത്തിച്ചിട്ടുണ്ടാവും. വൽ മുനാഫിഖ്, എന്നാൽ കപട വിശ്വാസി യഹ്സുദു, അവനാണ് അസൂയ വെക്കാൻ തുടങ്ങുക. ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ വായിൽ മാത്രം നിൽക്കുന്നയാൾ, അതാണ് കപട വിശ്വാസി എന്ന് പറഞ്ഞാൽ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തൊണ്ടക്കുഴിക്ക് താഴേക്ക് ഇറങ്ങാത്തയാൾ. റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിന്റെ തൃപ്തിയിൽ അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നത് നാവ് കൊണ്ട് പറഞ്ഞ് ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തവൻ. എല്ലാ ഖളാ ഖദറും അല്ല നിശ്ചയിക്കണ പോലെയാണ്, നമ്മക്കയിൽ പങ്കില്ല എന്ന് നാവ് കൊണ്ട് പറയുമ്പോഴും ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തവൻ, അതാണ് മുനാഫിഖ്. അവനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതിലേക്ക് നമ്മൾ എത്തിപ്പെടരുത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു കാര്യം എന്താ, നിങ്ങൾ വെറുതെ ഒരു അസൂയ വെക്കുന്നൊരു മനുഷ്യൻ്റെ ജീവിതം നമ്മളായിട്ട് നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കി. അയാൾ അസൂയ വെക്കുന്നു എന്നത് ആരെക്കുറിച്ചാണോ അസൂയപ്പെടുന്നത് അയാൾ അറിയണ പോലുമില്ല. ഒന്നുകൂടി ഞാൻ പറയാൻ, ഞാൻ വടപുറത്തുള്ള ഒരാളുടെ ബിസിനസ്സിലും അയാളുടെ കുടുംബത്തെ പറ്റി എനിക്ക് ഭയങ്കര അസൂയാണ്. സോ അത് അയാൾ അറിയണ്ടോ? ഇല്ല. പക്ഷെ എൻ്റെ ഉറക്കം പോവുക, എനിക്ക് സമാധാനം കിട്ടണില്ല. ഞാൻ ഉരുകുക, എൻ്റെ ഉറക്കം നഷ്ടപ്പെടുക, എൻ്റെ മനസ്സിൽ പക വരിക, എൻ്റെ ദേഷ്യം വരിക. ഓനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അത് അവിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഗീബത്തും നമീമത്തും പറയാം. അഥവാ വിശ്വാസത്തെ ബാധിക്കുന്നു, ഈമാനെ ബാധിക്കുന്നു, ഹൃദയത്തെ ബാധിക്കുന്നു, എൻ്റെ സ്വഭാവത്തെ ബാധിക്കുന്നു, ഉറക്കത്തെ ബാധിക്കുന്നു, ഒക്കെ ബാധിക്കുന്നു. അപ്പുറത്തെ ആൾ ഇത് അറിയണ പോലുമില്ല, ഓനിതിനെപ്പറ്റി ആലോചന പോലുമില്ല. ഇതിൻ്റെ പേര് അത്ര വലിയ വിഡ്ഢിയാണ് അസൂയക്കാരൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇങ്ങനെയൊക്കെ ആയി, അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വല്ല മാറ്റോ അള്ള വരുത്തോ? ഇപ്പം അയാൾ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്, അയാൾ ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് അയാൾ ആരെ പറ്റിയാണോ അസൂയപ്പെടുന്നത് അയാൾക്ക് അള്ള നിയമത്ത് അതിൻ്റെ പേരിൽ കുറക്കോ? ഇല്ല. പിന്നെ എന്ത് ലാഭാ കൂട്ടലുള്ളത്? നമ്മൾ സ്വയം വിഡ്ഢിയായി നരകത്ത് പോവുക. ഇത് മക്കളെ മുതൽ പഠിപ്പിക്കണം. നമ്മൾ മറ്റൊരാളെ പറ്റി അസൂയപ്പെടുക വഴി നമ്മളാ നശിക്കണത്. നമ്മളാ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ട ഒരു വാക്കാണ് ഹസൻ അള്ളാന്റെ വാക്ക്. അസൂയയുള്ള ഒരാൾക്ക് 3 സ്വഭാവം ഉണ്ടാകും. ഒന്ന്, ആരെ പറ്റിയാണോ അയാൾക്ക് അസൂയുള്ളത് അയാളുടെ അദൃശ്യതയിൽ, അയാൾ മുന്നിലില്ലെങ്കിൽ അയാളെ പറ്റി അങ്ങനെ ഗീബത്ത് അറിയും. ഓൻ പള്ളിക്ക് വരുന്നുണ്ടെന്നുള്ളൂ, എൻ്റെ കുടുംബാന്നുള്ളൂ, പോരാ. ഓൻ്റെ കുട്ടികളെ പറ്റി ഇപ്പം നിങ്ങളോടൊന്നും പറയണ്ടല്ലോ, നമ്മളല്ല ഇപ്പം കുടുംബക്കാർ, നമ്മളല്ല ഇപ്പം അറിയണോല്. നിങ്ങളിങ്ങനെ ഓനെ ആദരിച്ച് നടന്നോളി, ഓളെ ആദരിച്ച് നടന്നോളി, ഓളെപ്പം തനി സ്വഭാവം. ഇത് അവളില്ലെങ്കിൽ പറയും, അവനില്ലെങ്കിൽ പറയും. അടുത്തതോ, ഇതാ ഷഹിദ, എടുത്തുണ്ടെങ്കിലോ ഹൃദയത്തിൽ തട്ടാതെ അയാളെ വാരിപ്പുണരും. എവിടെയാണടാ ഈ പോയിന്? ഇല്ലെങ്കിൽ ഒരു സുഖല്ല, യാത്രക്ക് ഈ വേണം. ഈ ബാക്കിയുള്ള മുഴുവൻ നാടക വർത്താനുണ്ടല്ലോ, അത് എടുത്തുണ്ടാവുമ്പോൾ പറയും. പോയാലോ അയാളെ പറ്റിയുള്ള മുഴുവൻ ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടേയിരിക്കും. വയസ്മത്ത് ബിൽ മുസീബ, അയാൾക്ക് വല്ല പ്രശ്നങ്ങളും ബാധിച്ചാൽ അയാൾക്ക് സന്തോഷാകും. വീടിങ്ങനെ ഉയരാൻ, കാറ്റടിച്ചു, എന്തെങ്കിലും വിഷയമുണ്ടായി, ഒരു ഭാഗം തളർന്നു, വീട് തകർന്നു, സൈഡിങ്ങനെ നിന്നാണ്ട് ബാക്കിയുള്ളവരൊക്കെ പടച്ചോനെ ഓൻ്റെ വീടാണല്ലോടാ തകർന്ന് മനസ്സിൽ സന്തോഷിക്കുകയും അവരോടൊപ്പം കൂടുകയും മാറുന്നാണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഹലാലായ പൈസയോട് ഉണ്ടാകുമ്പോഴല്ലേ അതൊക്കെ ഒന്നും കൂടുള്ളൂ. വർത്താനാണതേ, ഹലാലായ പൈസ ആകുമ്പോഴല്ലേ ഇപ്പൊ അത് കൂടുള്ളൂ എന്ന് ഒരാൾക്ക് നഷ്ടം വരുമ്പോ പറയുന്നൊരു വാചകം ഉണ്ടല്ലോ സോങ്ങളെ,
നഷ്ടം വരുമ്പോ പറയുന്ന ഒരു വാചകം, ജോലി ഗൾഫിൽ നിന്ന് നല്ല ശമ്പളമുള്ള ജോലി നഷ്ടാകുമ്പോ, അല്ലെങ്കിൽ ഓലെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ എനിക്ക് ഉറപ്പേ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇതൊന്നും നമ്മളെ കുട്ടിക്ക് ബാധിക്കുമ്പോഴോ പേരക്കുട്ടിക്ക് ബാധിക്കുമ്പോഴോ നമ്മുടെ സ്വന്തം ജീവിതത്തെ ബാധിക്കുമ്പോഴോ ഈ വർത്താനം നമ്മൾ പറയില്ലല്ലോ. കാരണം നമുക്ക് അറിയാലോ, നമ്മൾ ഹലാലായ പൈസ കൊണ്ട് ഉണ്ടാക്കി പടച്ചോന്റെ ഒരു പരീക്ഷണാർത്ഥം ചിലപ്പം അത് വൈകുകയോ തടസ്സം വരികയോ ചെയ്യും. അള്ളാഹിനോട് ഖൈറിന് വേണ്ടി തേടുകയെന്നല്ലാതെ അതിനെ ഒരാൾ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എത്ര വിഷമുണ്ടാകും. ആ വിഷമുണ്ടാക്കുന്ന മനസ്സ് എന്ന് പറയുന്നത് ഒരു ഹാസിദിന്റെ മനസ്സാണ്, അസൂയാലുവിന്റെ മനസ്സാണ്. തൗഹീദുള്ളവരെ, നിസ്കരിക്കണോലെ, നോമ്പോൽക്കണോലെ, ഉമ്മാരെ എപ്പാരെ, മുഅ്മിനുകളെ, യുവാക്കളെ, നമ്മുടെ മനസ്സിന്ന് ഒഴിവാകണം. യുവാക്കൾ പറയാൻ അവനാന്റെ ഷോപ്പിലും അവനാന്റെ ഓഫീസിലും നമ്മളെക്കാളും കഴിവ് കുറഞ്ഞവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടാവും. നമ്മൾ പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുക, കഠിനാധ്വാനം ചെയ്യുക. ശരിയാണ്, നമ്മക്കാണ് കിട്ടേണ്ടത്. എന്നാൽ അവിടെ അനീതി നടന്നൊക്കെ ആയിക്കോട്ടെ, നമ്മളെക്കാളും മറ്റൊരാൾക്ക് കയറി നമ്മൾ പരിശ്രമിച്ചു, പ്രാർത്ഥിച്ചു, തവക്കുൽ ചെയ്തു, ഖലാസ്, അത്ര മതി. ബാക്കി അള്ളാഹ് നോക്കും. അല്ലാതെ പിന്നെ ഒരു 5 കൊല്ലം ഓന്റെ ബാക്ക് തന്നെ നടക്കുക, പരമാവധി ചവിട്ടുക, പിന്നെ മെസ്സേജ് ഉണ്ടാക്കുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കുക, ഓന്റെ പഴയ കാലം പുറത്തേക്ക് ഇടുക, ഓന്റെ കുടുംബത്തിടുക. ഇത് മുഅ്മിൻ ചെയ്യൂലട്ടോ, ഇത് മുഅ്മിൻ ചെയ്യൂല, ചെയ്യാൻ പാടില്ല. 1000 വട്ടം ന്യായീകരിച്ചാലും ദീനിൽ തെളിവില്ല. കാരണം അള്ളാഹുവിന്റെ ഖലാഇൽ നമുക്ക് തൃപ്തിയില്ല. അങ്ങനെ ലോകത്ത് പലതുണ്ട്. ദുനിയാവാണിത്, പരലോകല്ല. ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടാത്തത് പടച്ചോൻ വിധിക്കും. അതിൽ അള്ളാഹ് ഒരു ഖൈർ വെച്ചിട്ടുണ്ടാകും. സഹോദരങ്ങളെ, നമ്മൾ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, തവക്കുൽ ചെയ്യുക. അവിടെ വരുന്ന വിധിയിൽ നമ്മൾ തൃപ്തിപ്പെടുക. ആ വിധി തൃപ്തിപ്പെട്ടിട്ടില്ല എങ്കിൽ, പ്രവാചകന്റെ ഒരു വചനം ഈ വിഷയത്തിന്റെ മർമ്മമാണ്. അൽ വാജിബു അലൽ ആഖിലി മുജാനബത്തുൽ അഹ്സദ് അലാ അഹ്വാലി കുല്ലിഹാ. ഒരു വിശ്വാസി ഏതു തരം അസൂയയിൽ നിന്ന് മാറി നിൽക്കണം. എന്തേ കാരണം? ഫഇന്ന അഹ്വനൽ ഹിസാൽ ഹസദ്. ഒരാളുടെ നെഞ്ചത്ത്, ഒരാളുടെ ഹൃദയത്തിൽ ചെറിയൊരു അസൂയയുടെ കണികയുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഹുവ തർക്കുർ റിളാ ബിൽ ഖലാ, അല്ലാഹുവിന്റെ ഖലാഇനെ എതിർക്കാനുള്ള മനസ്സാണ്. വ ഇറാദത്തു ളിദ്ദ മാ ഹകമല്ലാഹ്, അല്ലാഹുവിന്റെ വിധിയെ, പടച്ചോന്റെ വിധിയെ എതിർക്കാനുള്ള മനസ്സും. പടച്ചോന്റെ വിധിക്ക് സംതൃപ്തിയില്ല, അള്ളാഹുവിന്റെ വിധിക്കെതിരെ സന്തോഷിക്കാനുള്ള ഒരു മനസ്സാണ്. ദീനിനെ ബാധിക്കും, വിശ്വാസത്തെ ബാധിക്കും. നമ്മളെ ശുദ്ധീകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ഈമാനെ, ഞങ്ങളുടെ ഖൽബിനെ നീ പരിശുദ്ധമാക്കി മാറ്റി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, സൽസ്വഭാവത്തിന്റെയും ഉത്കൃഷ്ട സ്വഭാവത്തിന്റെയും മാതൃകയുള്ളൊരു ജീവിതം നയിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, കുടുംബത്തിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും കാരുണ്യവാനായ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഞങ്ങളുടെ നാടിലൊക്കെയുണ്ട് റഹ്മാനായ നാഥ. അത്തരം വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളുടെ നാടിനെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഒരുപാട് ആളുകൾ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നു, മരണപ്പെട്ടു പോയവരുണ്ട്, ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളുകളുണ്ട്, വീടുകൾ തകർന്നവരുണ്ട്. റഹ്മാനായ നാഥ, മരണപ്പെട്ടവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പ്രയാസം അനുഭവിക്കുന്നവർക്ക് നാഥ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഗൾഫ് നാടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.